ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു അടിപൊളി ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒരു ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഹെയർ ക്ലിപ്പ് വേണമെങ്കിൽ ചെയ്യാം, ഹെയർ ബാൻഡിലും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നല്ല സൂപ്പറായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു പഴയ ക്ലോത്ത് വെച്ചിട്ടാണ്, അതായത് ഒരു പഴയ കുർത്ത വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയൽ, അതായത് പഴയ ക്ലോത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും പഴയ ക്ലോത്ത്, അതായത് നല്ലൊരു കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയലൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചോ. നമുക്ക് മേക്കിംഗ് വീഡിയോ ചെയ്യാം. ബിഗിനേഴ്സ് നിർബന്ധമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് സൈസിൽ മേക്ക് ചെയ്തെടുക്കാം. ചെറിയ സൈസിലാണെങ്കിലും വലിയ സൈസിലാണെങ്കിലും എങ്ങനെയായാലും കാണാൻ നല്ലൊരു അറ്റയർ കിട്ടുന്ന ഒരു ഹെയർ ആക്സസറിയാണ് കേട്ടോ. എല്ലാ ഡ്രസ്സിനും നമുക്ക് മാച്ചായിട്ടുള്ള രീതിയിലൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം. അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യണം. കാര്യമായിട്ട് നമുക്കൊന്നും തന്നെ വേണ്ട. ഇതുപോലെ ഒരു ക്ലോത്തും പിന്നെ ഒരു നീഡിലും ത്രെഡും മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ സർക്കിൾ ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലുമായിട്ട് കട്ട് ചെയ്തെടുക്കണം. സർക്കിൾ ഷേപ്പിൽ നമുക്കൊരു 2 പീസ് വേണം. അത് സെയിം പാറ്റേൺ തന്നെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് 2 പാറ്റേൺ ആയിട്ടാണ് ഞാൻ എടുത്തിട്ട്, ഒന്ന് വേറൊരു ക്ലോത്തിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം നല്ല കളർഫുള്ളായിട്ടുള്ള ക്ലോത്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റേത് കുറച്ച് ലൈറ്റ് കളറാണ്, പക്ഷേ എനിക്ക് ഈ ഒരു കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളർ എടുക്കാൻ നോക്കിയാൽ നല്ലത്. ഞാനപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പീസ് രണ്ട് പാറ്റേണാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും 11.5 സെൻറ്റിമീറ്ററിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പീസുകളും അതുപോലെ ഈ സർക്കിൾ ഷേപ്പിലാണെങ്കിലും അത് ഞാൻ 11.5 സെൻറ്റിമീറ്റർ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല വശങ്ങളും ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ഇത് രണ്ടും സ്ക്വയർ ഷേപ്പിലും സർക്കിൾ ഷേപ്പിലുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫുൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം, ഗ്യാപ്പൊന്നും വിടണ്ട. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പിന്ന് കുത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. റണ്ണിങ് സ്റ്റിച്ച് ആയാലും മതി, അത്ര കൂടുതൽ സ്റ്റിച്ചൊന്നും ചെയ്യാനില്ല. ഞാനപ്പോൾ ഈ ഒരു 2 ക്ലോത്തും, അതായത് സർക്കിൾ ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലുമായിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിനി ഈ എക്സസൈറ്റ് വരുന്ന ബാക്കി ഉണ്ടാവുമല്ലോ, ഈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അതിന് ശേഷം നല്ല വശത്തോട്ടൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് ഒരു സൈഡ് മാത്രം ചെയ്താൽ മതി. ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം. 2 സൈഡും കട്ട് ചെയ്യണ്ട കേട്ടോ. ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് നല്ല വശത്തേക്കായിട്ട് മറിച്ചിടുക വേണ്ടത്. അപ്പോൾ അധികം ഒരുപാട് ഹോളൊന്നും ആക്കണ്ട. ചില ക്ലോത്തൊക്കെ ആണെങ്കിൽ പിന്നി വരുന്ന ക്ലോത്ത് ആയിരിക്കും. അപ്പോൾ അധികം വലിയൊരു ഹോളൊന്നും വേണ്ട, ചെറിയൊരു ഹോൾ ചെയ്താൽ മതി. സ്ക്വയർ ഷേപ്പിലും ഇതുപോലെ ഒന്ന് മിഡിലൊരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കണം. രണ്ടും ഒരുപോലെ ഒന്ന് ചെയ്യണം. എന്നിട്ട് നല്ല വശത്തേക്കൊന്ന് മറിച്ചിടണം. അതിനുശേഷം നമുക്ക് ഒന്ന് വേറൊരു റണ്ണിങ് സ്റ്റിച്ച് കൂടി കൊടുക്കാനുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി, അധികം കൊടുക്കണ്ട, ചെറുതായിട്ട് കൊടുത്താൽ മതി. ഞാനിതിനെ നല്ല വശത്തേക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ട് നല്ലൊരു ലെങ്ത് ആയിട്ടുള്ള ഒരു പെന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അതുകൊണ്ടാണ് ഞാൻ മറിച്ചിടുന്നത്. അപ്പോൾ നല്ല വശത്തേക്ക് മറിച്ചിടുമ്പോൾ ഈ ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ട് ചെയ്യാതിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ, അതായത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റിച്ച് ചെയ്ത ഭാഗം പിന്നി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ധൃതി പെട്ടിട്ട് ചെയ്യുമ്പോഴൊക്കെ ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നത്. എനിക്കും ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമുക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കുക കൂടെ വേണം കേട്ടോ. അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് നല്ല ഒരു ഷേപ്പിലാക്കി വെക്കണം. നമ്മൾ സർക്കിൾ ഷേപ്പിലാണെങ്കിൽ അതിൻ്റെ ഒരു അരികു വശമൊക്കെ ഒന്ന് നല്ല നീറ്റായിട്ട് ഷേപ്പിലൊക്കെ ആക്കി വെച്ചതിന് ശേഷം വേണം അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ബിഗിനേഴ്സ് ഒന്ന് ചെയ്യണം. വേറെന്താ,
ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിന് പറയാനുള്ളൂ. പിന്നെ സിമ്പിളായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് കാര്യമായിട്ടുള്ള വർക്കൊന്നുമില്ല. ഇതിപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഭാഗത്തോടെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി സ്ക്വയർ ഷേപ്പിലുള്ളത് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിലോട്ട് മടക്കിയിട്ട് ഈ ഭാഗത്തൂടെ വേണം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും ഒരു മാർക്ക് കൊടുത്തിട്ട് അതിലൂടെ നമുക്കൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ ചെറിയ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്ലീറ്റ്സ് കിട്ടുമല്ലോ, അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം 2-3-4 തവണ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കണം. അപ്പോൾ ചുറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു പ്ലീറ്റ്സ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് 3-4 തവണ ചുറ്റി നല്ല പ്ലീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചുള്ളൂ. ഇനി നമുക്കിതിനെ രണ്ടിനെയും ഒന്ന് ജോയിൻ ചെയ്ത് വെക്കണം. ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഈ നടുഭാഗത്തൂടെ നൂലിനെ കൊണ്ട് നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ചുറ്റിയെടുക്കുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു ഭംഗി കിട്ടുന്നത്. അപ്പോൾ പ്ലീറ്റ്സൊക്കെ ഒന്ന് വരുന്നത് ചുറ്റിയെടുക്കുമ്പോഴായിരിക്കും കേട്ടോ, സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെക്കുമ്പോൾ തന്നെ നല്ല ബട്ടർഫ്ലൈ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ചുറ്റിയെടുക്കാൻ ഞാനൊരു ഗോൾഡൻ കളറിലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തൊക്കെ നിങ്ങൾ ഏകദേശം നോക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. ഇതുപോലെ ചുറ്റിയെടുക്കുമ്പോൾ 2-3 തവണ ചുറ്റുന്ന രീതിയിൽ മതി. അധികം ഒരുപാട് ചുറ്റുകൾ ഉണ്ടാക്കണ്ട. പിന്നെ ബാക്കിൽ നമ്മൾ എലിഗേറ്റർ ക്ലിപ്പ് പിന്നിലൂടെ നമ്മൾ കുത്തിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് തുന്നിയെടുത്തിട്ട് നീറ്റാക്കിയിട്ടുള്ളൊരു ബട്ടർഫ്ലൈ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഈ ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് ഈ ഒരു ബട്ടർഫ്ലൈനെ കാണാൻ. ഹെയർ ക്ലിപ്പിലാണെങ്കിലും ഹെയർ ബോയിലാണെങ്കിലും നല്ലൊരു ആക്സസറിയാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണം. പിന്നെന്താ പറയാനുള്ളത്, അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതിന് മുന്നേ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഒന്ന് അഭിപ്രായം അറിയിക്കണം എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അതിന് എന്തെങ്കിലുമൊക്കെ സജഷൻസോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.